അപ്പവും വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള നമ്മൾ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, ഒരു സവാള, ഇഞ്ചി, പിന്നെ കിഴങ്ങ് ഇതെല്ലാം വഴറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഗരം മസാല നമ്മൾ മുഴുവനെയുള്ള കട മൊത്തം ഈ അരയ്ക്കാത്തതുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചേർക്കണ്ടേ? ഇനിയിപ്പോൾ നമുക്ക് അല്പം കുരുമുളകും പെരിഞ്ചീരവും കൂടെ അരച്ച് ചേർക്കണം, അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം, അല്പം ഉപ്പ് ചേർക്കണം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഇച്ചിരി ഞാൻ അരച്ചായിരുന്നു അത് ചേർക്കണം. അല്പം തേങ്ങ അരച്ചു. പിന്നെ നമ്മൾ അല്പം മല്ലിപ്പൊടി ചേർത്തു. ഉപ്പ് ഒരു അല്പവും കൂടെ വേണം. നമ്മൾ ഇവിടെ ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചിരുന്ന ഉപ്പും ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ വെച്ചിരുന്ന കരിയാപ്പില അത് ചേർക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ കൂടെ ചേർക്കാം. ഇത് ഗരം മസാല ചേർക്കാൻ പോവുക. അത് 1 ടീസ്പൂൺ ചേർക്കണം. ഒരുപാടങ്ങ് ചുവയ്ക്കത്തക്ക വിധത്തിൽ വേണ്ട, ഒരല്പം. കാരണം നമ്മൾ ഓൾറെഡി ഈ പൊടിക്കാത്തത് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം അതും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ നമ്മുടെ 1-ാം പാൽ പിഴിഞ്ഞ് വെച്ചത് ചേർക്കാം. 1-ാം പാൽ മാത്രമാണ്. പിന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടെ നമുക്ക് എടുക്കാം. എൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജ് കറി. അങ്ങനെ ഇന്ന് നമുക്ക് അപ്പവും വെജിറ്റബിൾ കറിയാണ് നമ്മുടെ ഇന്നത്തെ വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയാൻ. നിങ്ങൾക്ക് ഇതെന്താണെന്ന് വെച്ചാൽ പറയാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് അപ്പവും വെജിറ്റബിൾ കറിയാണ്.